നവ്യക്കാണെങ്കിൽ നല്ല തലകറക്കവും ക്ഷീണവും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ജലജോട് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി തരൂ, എനിക്ക് നല്ല ക്ഷീണം തോന്നിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ നിന്റെ അടിമയല്ലേ, പറയുമ്പോ ഓരോന്നുണ്ടാക്കി തരാനായിട്ട്. നീ കാരണം ഞാനിപ്പോ ഇവിടെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക. നവ്യ പറയുന്നുണ്ട്, വെറുതെ ഒന്നല്ലല്ലോ, എല്ലാരും കൂടി എന്റെ അനിയത്തിനെ പറഞ്ഞു വിടുന്ന് പോച്ച് പുറത്തിയടിച്ചതല്ലേ. അവളുണ്ടായിരുന്നപ്പോ എല്ലാ കാര്യങ്ങളും അവളല്ലേ നോക്കിയിരുന്നേ. എല്ലാം അനുഭവിച്ചോ എന്ന് പറയുന്നുണ്ട്. പിന്നെ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ജ്യൂസ് ഉണ്ടാക്കി തന്നോ, അല്ലെങ്കിലേ കാണിക്കേണ്ടതൊക്കെ എല്ലാവരും ഞാൻ കാണിക്കും. നീ കുറെ കാലമായല്ലോടി എല്ലാവരെയും കാണിക്കും എന്ന് പറയാൻ തുടങ്ങിയിട്ട്. എന്നാ ശരി, കൊണ്ട് കാണിക്ക് എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശി നടന്നു വന്നിട്ട് കേട്ടോ. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കാണ്. കൂടെ മുത്തശ്ശനും ഉണ്ട്. ഒന്നുമില്ല മുത്തശ്ശ, ഒരു കാര്യം കാണിക്കാണെന്ന് ഞാൻ പറയായിരുന്നു. എന്ത് കാര്യം? ജലജ പറയാണ്. അയ്യോ ഒന്നുമില്ലമ്മേ, ഒന്നുമില്ല, ഇവള് ചുമ്മാ ഇവക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞതാ. ഞാനെന്നാല് അത് ഉണ്ടാക്കി കൊടുക്കാന്ന് ഓർത്ത് താഴേക്ക് പോവാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജലജ പെട്ടെന്ന് വെപ്രാളം പിടിച്ച് താഴേക്ക് പോവാണ് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്തോ ഒരു സൂത്രപ്പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ജലജ നീ എന്ത് പറഞ്ഞാലും പേടിച്ച് ഓടുന്നത്. നവ്യ പറയാണ്, അതുകൊണ്ടാമേ ഇപ്പൊ എന്നെ നോക്കുന്നതും എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത്. ആ സൂത്രം എന്തായാലും എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അത് വലിയൊരു ബോംബാ. മുത്തശ്ശൻ പറയാണ്, പറയാനുള്ള കാര്യങ്ങളെ അപ്പൊ തന്നെ പറയണം, അല്ലാതെ അതൊന്നും മനസ്സിൽ വെച്ച് നടക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ മുത്തശ്ശ, എന്റെ കയ്യിലുള്ള ആകപ്പാടുള്ള കച്ചിത്തുരുമ്പ അത് പുറത്തായ പിന്നെ അവര് ഇപ്പോൾ ഉള്ള സ്നേഹം പോലും എന്നോട് കാണിക്കില്ല. ഇപ്പൊ കാണിക്കുന്നത് കള്ളസ്നേഹം പോലും അപ്പൊ ഉണ്ടായെന്ന് വരില്ല എന്ന് പറയുന്നുണ്ട്. ശരി മോളെ, എന്തായാലും ഒന്നും തെറ്റായ രീതിയിലേക്ക് പോകാൻ മോള് ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താടി ഇവിടെ കുത്തിപ്പിടിച്ച് നിൽക്കുന്നേ? നവി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പ്രശ്നം? ഞാൻ വെറുതെ ഇവിടെ നിൽക്കാം, നിന്നോടൊന്നും പറയാൻ വന്നില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ എന്നെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിനക്ക് സമാധാനം വരില്ലേ? ഇതൊരു സൈസ് മാനസിക രോഗം, അതിനെ മരുന്ന് കഴിക്കണം. എനിക്കല്ലേ ഭ്രാന്ത്, നിന്റെ വീട്ടിലുണ്ടല്ലോ നിന്റെ അമ്മയും അച്ഛനും, അവർക്കാടി ഭ്രാന്ത്. അപ്പോഴേക്കും നവ്യ പറയാണ്, ദേ ഒറ്റ അടിയെന്നാണല്ലോ ഇപ്പൊ താഴെ കിടക്കുന്ന നീ. നന്ദുനെന്ന് കിട്ടിയ അടി പോലെ അത്രയും വരില്ലെങ്കിലും ആവശ്യമുള്ള അടിയൊക്കെ എനിക്കും അടിക്കാൻ അറിയാം. എന്നാ അടിക്കടി എന്ന് പറയുമ്പോഴേക്കും ഇത് കേട്ടുകൊണ്ടവിടെ മുത്തശ്ശി നിൽക്കാണ്. മുത്തശ്ശൻ ചോദിക്കാണ്, അല്ല എന്താ പ്രശ്നം? നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശ നിങ്ങൾ കണ്ടോണ്ട് നിൽക്കല്ലേ, ഞാൻ വെറുതെ ഇവിടെ നിൽക്കാം. ഇവിടെ പോകുന്ന വഴിക്ക് നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് എന്നെ വഴക്കുണ്ടാക്കാം. നിങ്ങൾ കണ്ടതല്ലേന്ന് ചോദിക്കാണ്. മുത്തശ്ശി ചോദിക്കാണ്, എന്താ അനാമികെ, എന്താ നിനക്ക് പ്രശ്നം? ഞങ്ങളിവിടെ കണ്ടോണ്ട് നിൽക്കാണ്. നവ്യ വെറുതെ ഇവിടെ നിൽക്കല്ലേ, നീ എന്തിനാ വെറുതെ കൂട്ടിട്ട് പോയി വഴക്കുണ്ടാക്കുന്നേ? അനാമിക പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ മുത്തശ്ശി. ഇവളുടെ അനീതിയും കാരണമാ ഞാനിപ്പോ ഇങ്ങനെ അനുഭവിക്കുന്നത്. മുത്തശ്ശൻ ചോദിക്കാണ്, എന്തനുഭവിക്കുന്നു? എന്റെ ഭർത്താവിന് എന്നോടിപ്പം യാതൊരു സ്നേഹവും ഇല്ല. അതിനൊക്കെ കാരണക്കാരി ഇവളുടെ അനിയത്തിയാ. അവള് കാരണ ഇപ്പൊ എന്നെ സ്നേഹിക്കാത്തെ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ദേഷ്യം ഞാന് ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവരോടും കാണിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതൊക്കെ ആദർശേട്ടൻ നയനെ കണ്ടുപിടിക്കണം. നയനെ ആദർശേട്ടന് നല്ല വെറുപ്പായിരുന്നു. പക്ഷെ ഇപ്പം അവളുടെ അമ്മയെക്കാട്ടിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? അവളുടെ സ്വഭാവം കൊണ്ടാ. അതുപോലെ തന്നെ നീ നിന്റെ ഭർത്താവിനെ ആത്മാർത്ഥത്തോടെ സ്നേഹിച്ച് നിന്റെ സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവന്നാലേ അനി നിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രേമിക്കും. ഒക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയണ, ശരിയാ, നവ്യമോള് പറഞ്ഞത് ശരിയാ. ഏതൊരു ഭർത്താവിനെയും കയ്യിലെടുക്കാൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കും, അവളുടെ സ്നേഹവും സാമീപ്യവും അവളുടെ സ്വഭാവം കൊണ്ട്. അപ്പോഴേക്കും അനാമിക പറയാണ്, എന്തൊക്കെ ചെയ്തിട്ടും എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ആ കോന്നന്റെ തലയിലിട്ട് ഒന്നും കേറില്ല. എന്നെ ഒരു ഭാര്യയെ പോലും അവൻ ഇന്നേ വരെ കണക്കാക്കിയിട്ടില്ല. നിങ്ങൾ കണ്ടുണ്ടോ എന്നെ കൊണ്ട് അവൻ പുറത്തേക്കെങ്കിലും പോന്നേ എന്ന് ചോദിക്കാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ അവന് ഒരു സ്വൈര്യം കൊടുക്കുന്നില്ലെന്നാ അവൻ പറയണത്. നീ സ്നേഹത്തോടെ ഒന്ന് അവനെ സമീപിച്ചു നോക്ക്, അവന്റെ മാനസികമായ പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പൊ നിന്നെ അവൻ സ്നേഹിച്ചു തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അവന്റെ മനസ്സിനകത്ത് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നന്ദു. അതാ പ്രശ്നം. ആ നശിച്ചവള് ആ മുട്ടച്ചി അങ്ങ് തീർന്നു കിട്ടിയ സമാധാനമായനെ. നീ എന്താടി പറഞ്ഞെന്ന് ചോദിക്കാണ് നവ്യ. എന്താ പറഞ്ഞെന്നോ? നിന്റെ അനിയത്തി ഉണ്ടല്ലോ, അവളങ്ങ് തീർന്നു കിട്ടുന്നെങ്കിലേ സമാധാനമായനേന്ന്. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ അനിയത്തിമാരെ കുറിച്ചൊന്നും പറയരുത്, അത് മാത്രം എനിക്ക് സഹിക്കാനാവില്ല. അപ്പോഴേക്കും മുത്തശ്ശൻ പറയണം, മതി രണ്ടുപേരും നിർത്തിക്കേ. അനാമിക മോളെ, നീ ചെറുപ്പമാണ്, കൊച്ചുകുട്ടിയാ, അതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ ദേഷ്യവും ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. കുറച്ചുകൂടി പക്വത എത്തുമ്പം അതൊക്കെ മാറിക്കോളും. അതുകൊണ്ട് മോള് ആരെയും ഇങ്ങനെ പഴിക്കാനോ പ്രാകാനോ ഒന്നും നിൽക്കരുത്. അതൊക്കെ ഈശ്വരപാപം ഉണ്ടാക്കും. അതുകൊണ്ട് ഈശ്വരനിൽ നിന്ന് ഒരു തട്ടുകടി മേടിച്ച് കിട്ടാൻ വളരെ എളുപ്പമാ, അത് മേടിച്ചു കിട്ടാൻ നിൽക്കരുത്. ദേവേന്റെ അവസ്ഥ തന്നെ നിനക്കറിയാലോ.
അവളുടെ മോന്റെയും മരുമകളുടെയും സന്തോഷകരമായ ജീവിതത്തിന് തടയിട്ടതുകൊണ്ടാ ഈശ്വരൻ അവർക്ക് ആ ഒരു ശിക്ഷ കൊടുത്തെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. അതുകൊണ്ട് ഒരു ശിക്ഷയും ഏറ്റുവാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കങ്ങനെ ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല. ഞാൻ തെറ്റുകളൊന്നും ചെയ്യുന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ആരെയും പേടിയുമില്ല. മുത്തശ്ശി പറയാണ്, അങ്ങനെ ആരും പേടിക്കാതെ ജീവിക്കാൻ സാധിക്കുമോ നമുക്ക്? നമുക്ക് ഈശ്വരനെ പേടി വേണം, മാതാപിതാക്കളെ പേടി വേണം, മുതിർന്നവരെ പേടി വേണം, ഗുരുക്കന്മാരെ പേടി വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നന്നായിട്ട് മുമ്പോട്ട് പോവുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയാണ്, പിന്നെ കുറെ കാരണന്മാരും കുറെ മുതിർന്നവരും കുറെ കിളവനും കിളവിമാരും ഉണ്ട്. മനുഷ്യനെ ഒരു ജീവിക്കാൻ സമ്മതിക്കില്ലാത്തവര്. അങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ട് വൃദ്ധസ്ഥാനത്തിലാക്കണം, അല്ലെങ്കിൽ കൊന്നു കളയണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കാണ്, അല്ല നമ്മിക, ഈ കിളവനും കിളവിനും ഉദ്ദേശിച്ചത് ഞങ്ങളെയാണോ നിനക്ക് വൃദ്ധസ്ഥാനത്തിലേക്ക് ആക്കേണ്ടത്? അയ്യോ അങ്ങനല്ല മുത്തശ്ശ, കുറെ കൊച്ചു കുട്ടികളെ നന്നായിട്ട് ജീവിക്കാൻ സമ്മതിക്കാത്ത കുറെ കളവന്മാരുണ്ടല്ലോ, അവരുടെ കാര്യം പറഞ്ഞതാ. മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടാ ഞങ്ങളല്ല ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ നിന്റെ കയ്യിൽ പോലും ആയിരുന്നില്ല ഞങ്ങളുടെ ഒന്നും. മാതാപിതാക്കളെയും മുതിർന്നവരെ അനുസരിച്ച് തന്നെയാ ഞങ്ങളും ജീവിച്ചത്. അതുകൊണ്ടാ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ഉയർച്ചയും വിജയമൊക്കെ ഉണ്ടായത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലേ അങ്ങനെ ജീവിച്ചേ പറ്റുള്ളൂ. പിന്നെ നീ കൊച്ചുകുട്ടിയാന്ന് പറഞ്ഞിട്ടാ ഞങ്ങളെല്ലാം ക്ഷമിക്കുന്നത്. ഞാൻ ഇത്രയ്ക്കൊന്നും ക്ഷമിക്കത്തില്ല ഇവിടെ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഞാനിങ്ങനെ നിൽക്കുന്നതും ഈ ഒരു വീട് നോക്കി നിർത്തണമെങ്കിലേ എങ്ങനെ ആയിരിക്കണമെന്ന് ഇവിടെ നിന്റെ അമ്മായിമ്മയോടൊക്കെ ചോദിച്ചാൽ മതി. അവരെ ആരെയും ഞാൻ ഇന്നുവരും ചെയ്തിട്ടില്ല. കാരണമേ അവരെല്ലാം എന്നെ അതുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ മരുമക്കൾ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, ബഹുമാനിക്കണമെന്നും പറയുന്നില്ല. പക്ഷേങ്കിൽ ആവശ്യമില്ലാതെ എന്റെ കുടുംബത്തിൽ ഇടങ്ങേറുണ്ടാക്കാൻ നിൽക്കരുത്, അതെനിക്ക് ഇഷ്ടമില്ല എന്ന് മുത്തശ്ശി നല്ല മാസ് ഡയലോഗൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയാണ്, അനാവശ്യമായിട്ട് എല്ലാവരോടും വഴക്കുണ്ടാക്കുകയും കുടുംബത്തെ കൂട്ടുതല്ലി ഉണ്ടാക്കാൻ ശ്രമിച്ചാണല്ലോ എന്റെ കൈയുടെ ചൂട് നീ അറിയും എന്ന് അനാമികയോട് പറയാണ്. അനാമിയപ്പോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കാണ്. അപ്പൊ മുത്തശ്ശൻ പറയാണ്, അതെ ഇത്രയും വലിയ വീടേ നന്നായിട്ട് നോക്കിക്കൊണ്ട് പോകണമെങ്കിലേ ഇയാളുടെ പഴയ കാലം എന്താണെന്ന് ഒന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാം. എല്ലാരും വിറപ്പിച്ചിരുന്ന ഒരാളാ ഈ നിൽക്കുന്ന എന്റെ ഭാര്യ. അതൊക്കെ ഒന്ന് മോള് ഓർത്തെടുത്താൽ കൊള്ളാം, അറിഞ്ഞു വെക്കുന്നതേ നല്ലതാ. അതല്ലാതെ ഇവിടെ കിടന്ന് ഷോ ഇറക്കാനാണ് വിചാരമെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതിപ്പോഴേ പറഞ്ഞേക്കാം എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയും കൂട്ടി അകത്തേക്ക് പോവാണ്. നവ്യ പറയാണ്, മുത്തശ്ശൻ പറഞ്ഞ് മനസ്സിലായല്ലോ, നമ്മുടെ മുത്തശ്ശിയെ കുറഞ്ഞ പുള്ളിയൊന്നും അല്ല. അതുകൊണ്ടേ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അല്ലെങ്കിലേ 4 സൈഡിൽ നിന്നും നിന്റെ കവിളത്ത് അടി വീണോണ്ടേയിരിക്കും, ഒരു റെസ്റ്റ് കിട്ടില്ല. പിന്നെ അത് താങ്ങാനുള്ള കപ്പാസിറ്റി നിന്റെ ഈ ബോഡിക്കും ഇല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ അങ്ങനെ അടങ്ങി ഒതുങ്ങി പോയിരുന്ന് അനീനെ എങ്ങനെ വശത്താക്കാന്നേ അത് ആലോചിക്ക്. അല്ലെങ്കിൽ നിന്റെ അമ്മയെ വിളിച്ചു ചേർത്ത് പ്ലാനിങ്ങും കുബുദ്ധികളും ഉപദേശിക്കാനേ നിന്റെ അമ്മയച്ഛനേക്കാളും എടുക്കാർ ഈ ലോകത്ത് വേറെ ആരുമില്ല. പറ്റിയ 2 സാധനങ്ങളാ, അതുങ്ങളെ ആദ്യം വിളിച്ചു ചേർത്ത് എന്നിട്ട് മുറി കയറി നിന്ന് ആലോചിക്ക് കേട്ടോ. അല്ലാതെ എന്റെ മെക്കിട്ടോ മറ്റുള്ളവർ മെക്കിട്ടോ കയറാൻ നോക്കണ്ട, മനസ്സിലായോടി എന്നും പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. വടി കൊടുത്ത് അടിമേടിച്ച അവസ്ഥയിൽ അനാമികയും ആകെപ്പാടെ ചൂളി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ.